സിയാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചൂരമീൻ അച്ചാറ്. ചൂരമീൻ നല്ല വൃത്തിയിൽ മുറിച്ച് കഴുകി മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ട് കൊടുത്ത് മഞ്ഞൾപ്പൊടിയും ഇട്ട് ഉപ്പും ഇട്ട് കുറച്ച് മുളക് പൊടിയും ഇട്ട് ഒരു വലിയ ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇത് 6 കിലോ ചൂരമീനുണ്ട്. അപ്പം എല്ലാം റെഡിയാക്കി ഇതെല്ലാം പൊരിച്ചെടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പൊരിച്ചെടുക്കണം. എന്നിട്ട് അതേ വെളിച്ചെണ്ണയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക, ചെറുതായി അരിഞ്ഞിട്ട്. ശരിക്ക് വഴന്ന് വരണം. ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം ശരിക്കും നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം പച്ചമുളക് ഇട്ട് കൊടുക്കാനുണ്ട്. ഇത് മീൻ പൊരിച്ച എണ്ണ ആയതുകൊണ്ടാണ് ഇത് ഈ കളറിൽ നിൽക്കുന്നത്. പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കണം. ഇത് കണ്ടുകൊണ്ട് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ 3 വലിയ ടേബിൾ സ്പൂൺ മുളക് പൊടി. 6 കിലോ ചൂരമീനുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ ഒരു വലിയ സ്പൂണ് കുരുമുളക് പൊടി, 1.25 സ്പൂണ് അച്ചാർ പൊടി, പിന്നെ കായപ്പൊടി, ഉലുവ പൊടിച്ചത്, വറുത്ത് പൊടിച്ച ഉലുവ, കറിവേപ്പില ഇട്ട് കൊടുത്ത് തീ ഓഫ് ചെയ്യുക. എല്ലാ പൊടികളും ഒന്നിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് തീ ഓഫ് ചെയ്ത് ശരിക്കും ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി എടുക്കണം. ഒരു ദിവസം ഫുള്ള് പെരക്കി വെച്ച ചൂരമീനാണ്. ശരിക്കെല്ലാം ഇളക്കിയെടുത്ത് പിറ്റേന്നാണ് എടുത്തിട്ട് പൊരിക്കേണ്ടത് കേട്ടോ. പിന്നെ ഇത് ഉലുവയും ഇട്ട് കൊടുത്ത് കുറച്ച് കായപ്പൊടിയും, അത് ചെറിയ ടീസ്പൂൺ ഇട്ടാൽ മതി. ഉലുവയും കായപ്പൊടിയും, ഉലുവയും പൊടിച്ചതാണ്. പിന്നെ വിനാഗിരി ഒഴിച്ച് കൊടുക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. വിനാഗിരി ശരിക്കും തിളച്ച് വരുമ്പോൾ മീൻ ഇട്ട് കൊടുക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കണ്ട. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം.